ഹലോ നമസ്കാരം, എല്ലാവർക്കും ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. മഴക്കാലമാണ്, പനികൾ കുറേ അധികം കണ്ടുവരുന്ന ഒരു സമയമാണ്. നമ്മൾ പനീനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ സ്പെസിഫിക് ആയിട്ട് സ്ക്രബ് ടൈഫസ് അല്ലെങ്കിൽ ചെള്ള് പനി എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഈ പറയുന്ന ചെള്ള് പനി അത് ബാക്കി പനികളെപ്പോലെ മലേറിയ, ഡെങ്കി, ടൈഫോയിഡ് അല്ലെങ്കിൽ ബാക്കി പനികളെപ്പോലെ തന്നെ ഉള്ള ലക്ഷണങ്ങൾ ഉള്ള ഒരു പ്രശ്നമാണ്, ഒരു ഇൻഫെക്ഷനാണ്. പക്ഷേ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ കോംപ്ലിക്കേഷൻസൊക്കെ സംഭവിച്ച് മരണം വരെ സംഭവിക്കാവുന്ന വളരെ കോംപ്ലിക്കേഷൻസ് സംഭവിക്കുന്ന ഒരു പനികളിൽ ഒന്നാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന സ്ക്രബ് ടൈഫസ്? ഇത് ഒരു ഓറിയൻഷ്യ സുസുഗാമുഷി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ പരത്തുന്ന ഒരു രോഗമാണ്. ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കടന്നു കയറുന്നത് അത് ചെള്ളിൽ നിന്നുമാണ്. മൈറ്റ്സ്, അതായത് ഈ എലി, അണ്ണാൻ, അതുപോലെ മുയൽ, ഇതിങ്ങനെയുള്ള ജീവികളുടെ മുകളിൽ ഉള്ള ഒരു പ്രാണിയാണ് ഈ പറയുന്ന ചെള്ള്, സ്ക്രബ്. അപ്പോൾ ഈ പറയുന്ന ജീവികളിൽ നിന്നും ഈ ചെള്ള് നമ്മുടെ ശരീരത്തിൽ കടിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എത്തുന്നതും ഇൻഫെക്ഷൻ അത് നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുന്നതും ഈ കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാക്കുന്നതും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ചെള്ള് നമുക്ക് കടിക്കുന്നത്? ഇത് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് കാട് പിടിച്ച സ്ഥലങ്ങളിലും ഈ പറയുന്ന പുൽത്തോപ്പുകളിലും അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ഗാർഡനുകളിലും ഒക്കെയാണ് ഈ പറയുന്ന മൈറ്റ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ചെള്ള് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ നമ്മൾ കളിക്കാനൊക്കെ പോകുന്ന സമയത്ത്, ഈ ഗ്രൗണ്ടിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ നിന്നും ഈ ഇൻഫെക്ഷൻ നമുക്ക് ലഭിക്കാവുന്നതാണ്, ഈ പറയുന്ന ചെള്ളിൻ്റെ കടി ഏൽക്കാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചെള്ള് പനിയിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ? ബാക്കി പനികളെ പോലെ തന്നെ വളരെ തീവ്രമായിട്ടുള്ള വിട്ടുമാറാത്ത ഒരു 5 ദിവസം 7 ദിവസം പനിച്ചിട്ടും വിട്ടുമാറാതെയുള്ള പനി ആദ്യത്തെ ലക്ഷണം. അതുപോലെ തന്നെ തലവേദന, ക്ഷീണം, ശരീരമാസകലം വേദന, മാംസപേശികളിലുണ്ടാവുന്ന വേദന, കണ്ണുകളിലുണ്ടാവുന്ന വേദന, അതുപോലെ തന്നെ ജോയിൻ്റ് പെയിൻ, ഇങ്ങനെയുള്ള ബാക്കി പനികളെ പോലെ തന്നെ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ ഈ പറയുന്ന പനിക്കും ഈ പറയുന്ന ചെള്ള് പനിക്കും ഉള്ളൂ. പക്ഷേ ഈ ചെള്ള് കടിക്കുന്ന സ്ഥലത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് ഈ ചെള്ള് കടിക്കുന്ന സ്ഥലത്ത് ആദ്യം അതൊരു ചുവന്ന രീതിയിലുള്ള വ്രണമായിട്ടും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഈ ചെള്ള് കടിച്ചതിന് ശേഷം ഒരു 7-10 ദിവസത്തിന് ശേഷമാണ് നമുക്ക് ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ, ഒരു 10 ദിവസം കഴിയുമ്പോൾ ഈ പറയുന്ന വ്രണം അത് ചുവപ്പിൽ നിന്നും കറുത്ത രീതിയിൽ ഈ കാണുന്നത് പോലെ ഒരു എസ്കാർ ഫോർമേഷൻ എന്ന് പറയും. അപ്പോൾ ഈ വ്രണം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഒന്നാമത്തേത് വിട്ടുമാറാത്ത പനി. അതുപോലെ തന്നെ നമ്മൾ വിട്ടുമാറാത്ത പനിയുള്ള ആൾക്കാർ എപ്പോഴും നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം ഒന്ന് എക്സാമിൻ ചെയ്യുക. അതിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ഒരു ലക്ഷണം, ഈ പറയുന്ന ഒരു എസ്കാർ ഫോർമേഷൻ കാണുന്നുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. എന്താണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്? ഈ സ്ക്രബ് ടൈഫസ് ചെള്ളുപനി സംഭവിച്ചു കഴിഞ്ഞാൽ പൊതുവേ നമ്മളിത് കേൾക്കുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതിന് ട്രീറ്റ്മെൻറ്റൊക്കെ ഉള്ള ഒരു രോഗമാണ്. പക്ഷേ ഈ പറയുന്ന ചെള്ളുപനി അത് പലപ്പോഴും ഈ പറയുന്ന എസ്കാറൊക്കെ, ഈ പറയുന്ന വ്രണം അത് നമ്മുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ, സ്ത്രീകളിലൊക്കെ ഈ പറയുന്ന ബ്രസ്റ്റിൻ്റെ താഴെയൊക്കെയാണ്, അല്ലെങ്കിൽ ആണുങ്ങളുടെ നമ്മുടെ സ്ക്രോട്ടത്തിൻ്റെ മുകളിൽ ഒക്കെയാണ്, നമ്മുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെയാണ് ഈ പറയുന്ന ചെള്ള് കടിക്കുന്നതും അവിടെ ഈ വ്രണം കാണുന്നതും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പലപ്പോഴും രോഗികൾ ഇത് ഡോക്ടറെ കാണിക്കാറില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിലാണ് ഈ പറയുന്ന കോംപ്ലിക്കേഷൻസൊക്കെ സംഭവിക്കുന്നത്. ഈ പറയുന്ന ഇൻഫെക്ഷൻ നമ്മുടെ തലച്ചോറിനെ ബാധിക്കാം, എൻസെഫലൈറ്റിസ്, നമ്മുടെ ഹാർട്ടിനെ ബാധിക്കാം, എൻഡോകാർഡൈറ്റിസ്, മയോകാർഡൈറ്റിസ്, അതുപോലെ തന്നെ നമ്മുടെ ലങ്സിനെ ബാധിക്കാം, ശ്വാസകോശത്തെ ബാധിക്കാം. അപ്പോൾ ഈ പറയുന്ന പ്ലൂറൽ ഇഫ്യൂഷൻ, അതുപോലെ തന്നെ ലിവറിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം, മൂത്രമൊക്കെ കുറഞ്ഞു പോകാം, ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം സംഭവിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രം ഇത് മരണത്തിൽ വരെ എത്തിക്കാവുന്ന ഒരു വളരെ മാരകമായിട്ടുള്ള രോഗമായി മാറുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത സമയത്താണ്. ഈ പറയുന്ന സ്ക്രബ് ടൈഫസ് നമ്മുടെ നാടുകളിൽ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ഒരു മഴക്കാലത്ത് ഈ പ്രാവശ്യം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത്? ഒന്നാമത്തേത്, നമ്മുടെ പരിസരം മൊത്തം വൃത്തിയായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന എലികളും മറ്റ് ജീവികളും ഉണ്ടെങ്കിൽ അതിനെ തുരത്താനുള്ള ഓരോ നടപടികളും നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. അതുപോലെ തന്നെ രണ്ടാമത്തേത്, കുട്ടികളൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത്, കളിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വസ്ത്രങ്ങളൊക്കെ നന്നായിട്ട് മാറ്റിയിട്ടിട്ട്
മാറ്റുക. അതുപോലെ തന്നെ നമ്മൾ സോപ്പിട്ട് കുളിച്ച് വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ ഈ വസ്ത്രത്തിൻ്റെ മുകളിലൊക്കെ ഈ പറയുന്ന ചെള്ളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടിക്കുന്നതിന് മുമ്പ് അതിനെല്ലാം നമുക്ക് ഇല്ലാണ്ടാക്കാവുന്ന കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇനി ആർക്കെങ്കിലും ഈ പറയുന്ന ശരീരഭാഗത്ത് എവിടെയെങ്കിലും ചെള്ള് കടിച്ചതായിട്ട് അല്ലെങ്കിൽ ചെള്ള് നമ്മുടെ ശരീരത്തെ കടിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്തു മാറ്റുക. അതുപോലെ തന്നെ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വസ്ത്രമൊക്കെ നമ്മൾ ഉണക്കാനായിട്ട് നമ്മൾ പുറത്തിടുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെ ഉണക്കാനിടുക. അല്ലാതെ കുറേ ദൂരെ ഈ പറയുന്ന കാട് പിടിച്ച സ്ഥലത്തും അതുപോലെ തന്നെ അധികം ദൂരെയുള്ള പുല്ലുകളും മറ്റും അധികമുള്ള സ്ഥലത്ത് ഉണക്കാൻ ഇടാണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന പുറത്ത് കളിക്കാൻ പോകുന്ന സമയത്തൊക്കെ തിരിച്ചു വരുമ്പോൾ വൃത്തിയായിട്ട് നമ്മുടെ ശരീരം നന്നായിട്ട് കുളിച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ എഷ്കാർ പനിയുടെ ഒപ്പം വിട്ടുമാറാത്ത പനിയുടെ ഒപ്പം ഈ പറയുന്ന എഷ്കാർ ഫോർമേഷൻ, ഈ പറയുന്ന വ്രണം ശരീരഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ്. പിന്നെ ഇതിന് ട്രീറ്റ്മെൻറ്റൊക്കെയുള്ള, ഒരിക്കലും ടെൻഷൻ ആവേണ്ട, ഇത് ചെള്ളുപനിയെന്ന് കേൾക്കുമ്പോൾ പലർക്കും വളരെ വളരെ മനപ്രയാസം അല്ലെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന, വളരെ സീരിയസ് ആണ്, ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല, അങ്ങനെയൊക്കെ വളരെ ടെൻഷനായി പോകുന്ന ഒരു കാര്യമാണ് ചെള്ളുപനി എന്ന് കേൾക്കുമ്പോൾ. പക്ഷേ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉള്ളതാണ്. ഇതിന് ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് ഡോക്ടറിനെ കണ്ടതിന് ശേഷം അത് തുടങ്ങുമ്പോൾ ഒരു 2-3 ഡോസ് എടുക്കുമ്പോഴേക്കും തന്നെ ഈ പറയുന്ന സ്ക്രബ് ടൈഫസ് ട്രീറ്റ്മെൻറ്റ് ഉള്ള ഒരു കാര്യമാണ്. എടുക്കുമ്പോഴേക്കും തന്നെ 2-3 ഡോസ് എടുക്കുമ്പോഴേക്കും തന്നെ രോഗി ഭേദപ്പെട്ട് വരാറുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നെ ഒരു കോംപ്ലിക്കേഷൻസോ പിന്നെ ഈ പനി തിരിച്ച് വരാൻ ചാൻസ് ഇല്ലാത്ത ഒന്നുമാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സ്ക്രബ് ടൈഫസ് ഉള്ള ആളിൽ നിന്നും വേറെ ഒരാൾക്ക് ഈ പറയുന്ന നമ്മുടെ ന്യൂമോണിയ അല്ലെങ്കിൽ ചുമയൊക്കെ പെട്ടെന്ന് അടുത്ത ആൾക്ക് ബാധിക്കുന്നത് പോലെ ഈ പറയുന്ന സ്ക്രബ് ടൈഫസ് ഒരാളിൽ നിന്നും അടുത്ത ആളിലോട്ട് പകരുന്ന ഒരു രോഗമേ അല്ല. അതും കൂടി ശ്രദ്ധിക്കുക. പലപ്പോഴും രോഗികൾക്ക് ഈ സ്ക്രബ് ടൈഫസ് സംഭവിക്കുമ്പോൾ ആ രോഗിയെ ഒറ്റപ്പെടുത്താനും മാറ്റി നിർത്താനും മാറ്റി പാർപ്പിക്കാനും ഒക്കെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ടെൻഷൻ ആവേണ്ട ഒരു കാര്യമല്ല. രോഗിക്ക് പനിയുള്ള സമയത്ത് അത്യാവശ്യത്തിന് നല്ല കാലറി ഉള്ള ഭക്ഷണം കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക, ഇഷ്ടംപോലെ ഫ്ലൂയിഡ്സ് കുടിക്കുക, പാനീയങ്ങൾ ഇഷ്ടംപോലെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ജോണ്ടിസോ മൂത്രം കുറയുന്ന അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കാണുന്ന സമയത്ത് തീർച്ചയായും ഡോക്ടറെ കാണേണ്ടതാണ്. അപ്പോൾ വൃത്തിയായി സൂക്ഷിക്കുക. ഇങ്ങനെ എഷ്കാർ ഫോർമേഷൻ കാണുന്നുണ്ടെങ്കിൽ ഡോക്ടറെ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്.